ഈശോയ്ക്കും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിനി ജോയ്. ഞാൻ മഞ്ഞപ്ര അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 8 ഉടമ്പടി എടുത്തത്. ഭർത്താവ് മരിച്ചതിന് ശേഷം എനിക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും നന്നായിട്ട് ജീവിതം മുന്നോട്ട് പോകാനും സാധിച്ചു. നല്ല ധൈര്യം കിട്ടി എനിക്ക് അന്ന് മുതൽ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. ഒരു മാസത്തിന് ശേഷം, ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. ഒരു മാസത്തിന് ശേഷം എനിക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ഞാൻ മുറുകെ പിടിച്ചു മാതാവിനെ. അങ്ങനെ ഒരു ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഒരു 20 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. പീരിയഡ്സ് ടൈമിൽ ഒരു 3 ദിവസം മുമ്പ് പെട്ടെന്ന് ഭയങ്കര വേദനയായിരിക്കും, ശക്തിയായിട്ട് വേദനയായിരിക്കും. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മൈഗ്രെയിൻ തലവേദന പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ പീരിയഡ്സ് ടൈമിൽ ഞാൻ അറിയാറ് പോലുമില്ല. അതുപോലെ എനിക്ക് കാലിൻ്റെ ഉപ്പൂറ്റി വേദന, ഭയങ്കര ശക്തിയായ വേദനയായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു 1.5 വർഷം മരുന്ന് കഴിക്കേണ്ടി വരും, എന്നാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. ഒരിടയ്ക്ക് ഒരു മാസമൊക്കെ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നിയില്ല മരുന്ന് കഴിക്കാൻ. ഞാൻ എന്നും തൈലം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് എനിക്കത് മാറിക്കിട്ടി. എൻ്റെ കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. ഒരു 2 മാസം ഒരു ചെറുതായിട്ടൊരു മുഴ തോന്നിയപ്പോൾ ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് വലുതാവാൻ തുടങ്ങി. വലുതായപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അതെങ്കിലും ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇത് ക്യാൻസറിൻ്റെ ഇതുവരെ എത്തിയിട്ടുണ്ട്, ഒന്ന് FNS ചെയ്യണമെന്ന് പറഞ്ഞു. FNSക്ക് കൊടുത്തു. ഞാൻ കുത്തിയെടുത്തപ്പോൾ ആദ്യം ഒന്ന് ബ്ലഡ് മാത്രമേ കിട്ടിയുള്ളൂ. തിരിച്ച് രണ്ടാമതൊന്നും കൂടി അവരെടുത്തപ്പോൾ ഒത്തിരി പസ് കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി അത് ക്യാൻസറിൻ്റേതായ ഒരു ലക്ഷണം തന്നെയാണെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ലക്ഷണം തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ FNSക്ക് കുത്തിയെടുത്ത ശേഷം ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് ക്യാൻസറാണെന്ന് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു. കുത്തിയെടുത്ത് ആ ടെസ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം ഞാനിവിടെ വന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അച്ഛൻ പറയാറുണ്ടായിരുന്നു, മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ച ആരെയും അമ്മ വെറുതെ വിടരുതെന്ന് പറയാറുണ്ട്. അത് കേട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. അവർ ക്യൂ നിൽക്കണ കണ്ടു. അപ്പം ഞാൻ വെറുതെ ഒന്ന് നിന്ന് നോക്കി. കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എനിക്ക് അച്ഛനെ കാണാൻ ടോക്കൺ കിട്ടി, അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അന്ന് തൊട്ടതിൽ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ, അതുവരെ ഉറങ്ങിയില്ല. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈശോട്, എനിക്ക് പോസിറ്റീവ് എന്ന് കേൾക്കാനുള്ള ശക്തി എൻ്റെ മനസ്സിനില്ല. പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവായിരുന്നു. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളർച്ചയുണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥനയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ച ശേഷം എൻ്റെ മനസ്സാകെ തായിപ്പോയി. പിന്നെ പ്രാർത്ഥനയൊന്നും ഉണ്ടായില്ല. പിന്നെ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പിന്നെ ബൈബിൾ വായിക്കും, 1/2 മണിക്കൂർ ബൈബിൾ ചിലപ്പോൾ കുറേ ടൈമിലിരുന്ന് വായിക്കും. മാതാവിനോട് കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നി അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് വായിക്കും, കുറേ നേരം പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് പറ്റാവുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. ദയാഭവനിൽ ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോകാറുണ്ട്. പിന്നെ അവിടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അമ്മമാർക്കൊക്കെ തൈലമൊക്കെ തൊട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അവരെ ശുശ്രൂഷിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ദിവസത്തെ ശമ്പളം ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് ജോലി കിട്ടിയ അന്ന് മുതൽ, അതായത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ലാബ് ടെക്നീഷ്യനാണ്. രക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചു കൊണ്ടുപോകും. എവിടെയെങ്കിലും പള്ളിയിലൊക്കെ പത്രം ഇരിക്കുന്ന കണ്ടെടുത്ത് എല്ലാ വീടുകളിലും കയറി കൊടുക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി മാതാവിൻ്റെ അനുഗ്രഹം കിട്ടി. ഈ വേളയിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ
138 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷ നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബിനി ജോയ് തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. നമ്മുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങളുടെ സാക്ഷ്യമാണ്. തനിക്ക് 20 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിനും, അതേ തുടർന്നാണെങ്കിലും ഉപ്പൂറ്റി സംബന്ധമായ വേദനയും, അതേ തുടർന്ന് കഴുത്തിലുണ്ടായിരുന്ന മുഴയൊക്കെ ആണെങ്കിലും അത് പൂർണ്ണമായിട്ടും ഏറെ സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട കയ്പ് ശുശ്രൂഷ വഴി പൂർണ്ണമായിട്ട് രോഗസൗഖ്യമായിട്ടത് മാറിയെടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം മറ്റൊരു ജോലി പരിശുദ്ധ അമ്മ വഴി ലഭിക്കുകയൊക്കെ ചെയ്തു. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീണ സാക്ഷിയായിട്ടാണ് നമുക്ക് മുമ്പിൽ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുക. മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടുവരുന്ന ഓരോ മനുഷ്യർക്കും ആശ്വാസമായിട്ട് അമ്മ കൂടുന്നുണ്ടെന്നുള്ളൊരു സാക്ഷ്യം തന്നെയാണ് നമുക്ക് മുമ്പിൽ കൂടുതലായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഇനിയും മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബിനി ജോയിനെ ഇനി മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിരവധിയായ നിയോഗങ്ങളും ആവശ്യങ്ങളുമായിട്ട് ഈ ആൾത്താർക്ക് മുമ്പിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.